ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെ നമുക്ക് CSS കൗണ്ടേഴ്സ് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. കൗണ്ടേഴ്സ് ഒരു നമ്മുടെ വേരിയബിൾസിനെ പോലെ തന്നെയാണ് നമുക്ക്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ഉപയോഗിക്കുന്ന വേരിയബിളിനെ പോലെ തന്നെയാണ് നമ്മൾ CSSൽ കൗണ്ടർ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വാല്യൂ ഇൻക്രിമെൻ്റ്, അതായത് 1, 2, 3, 4 അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുകയും പിന്നീട് അത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ CSS കൗണ്ടർ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് 1 by 1 ആയിട്ട് വാല്യൂസ് ഇൻക്രിമെൻ്റ് ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും കൗണ്ടർ ഉപയോഗിക്കുന്നത്. കൗണ്ടറിന് പ്രധാനമായിട്ടും വരുന്ന പ്രോപ്പർട്ടീസ് കൗണ്ടർ റീസെറ്റ്, അതേപോലെ തന്നെ കൗണ്ടർ ഇൻക്രിമെൻ്റ്, കൗണ്ടർ കണ്ടന്റ്, അതേപോലെ കൗണ്ടേഴ്സ്, കൗണ്ട് എന്നിങ്ങനെ ഫങ്ഷൻസുകളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈ കൗണ്ടർ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതെന്നും അതെങ്ങനെ നമുക്കിതിൽ യൂസ് ചെയ്യാമെന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് CSS കൗണ്ടർ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് മുമ്പ് ചെയ്തൊരു പ്രോഗ്രാമാണ്, ഞാനിത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് വെച്ച് തുടങ്ങി. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റൈൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി, അതായത് നമുക്ക് CSS ചേർത്ത് കൊടുക്കാൻ വേണ്ടി സ്റ്റൈൽ എന്നൊരു ഭാഗവും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഹെഡിങ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ നമുക്കിവിടെ വന്ന് ഹെഡിങ് ആയിട്ട് നമ്മൾ നമ്പർ എന്ന് ചേർത്ത് കൊടുത്തു. ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്പർ എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ താഴെ ഈ നമ്പേഴ്സ് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി H2 ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ നമ്പർ നമ്മളിവിടെ 1 by 1 ആയിട്ട് ചേർത്ത് കൊടുത്തു. ആദ്യത്തെ H2 1 എന്നും, രണ്ടാമത്തെ H2 2 എന്നും, അതേപോലെ തന്നെ മൂന്നാമത്തെ H2 3 എന്നും, അങ്ങനെ ഏതൊക്കെ രീതിക്കാണോ നമുക്കിതിലേക്ക് നമ്പർ വേണ്ടത് അത് 1 by 1 ആയിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. H3 എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ 1 by 1 ആയിട്ട് ചേർത്ത് കൊടുത്തു. ഇനിയാണ് നമ്മളിവിടെ വന്ന് കൗണ്ടർ ചേർത്ത് കൊടുക്കുന്നത്. കൗണ്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു ബോഡിക്കുള്ളിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബോഡി എന്ന് ഞാൻ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടാഗ് എൻഡിങ് ടാഗ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടത് ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഓക്കെ, ഞാനിതോടെ വെച്ച് അവസാനത്തേക്ക് കൊണ്ടുപോയി വെച്ചു. ആദ്യം തന്നെ ഈ ബോഡീൻ്റെ ഉള്ളിലാണ് നമ്മൾ കൗണ്ടർ റീസെറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിർബന്ധമായിട്ട് ഈ കൗണ്ടർ റീസെറ്റ് ചേർത്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോഗ്രാം റണ്ണ് ചെയ്യിപ്പിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ബോഡി എന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് കൗണ്ടർ റീസെറ്റ്, എന്നിട്ട് നമ്മളെ കൗണ്ടറിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ സെക്ഷൻ എന്നാണ് ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണോ നമ്മൾ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് H2-നാണ് നമ്മൾ കൗണ്ടർ CSS ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ H2 ഇട്ടതിന് ശേഷം 2 കോളൻ ഇട്ടതിന് ശേഷം നമ്മൾ ബിഫോർ എന്ന് ചേർത്ത് കൊടുക്കുക. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പിൽ വരാൻ വേണ്ടിയാണ് ബിഫോർ എന്ന് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ കൗണ്ടർ ഇൻക്രിമെൻ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓരോന്ന് 1 by 1 ആയിട്ട് കൂടി വരാൻ വേണ്ടിയാണ് ഇൻക്രിമെന്റ് ഉപയോഗിക്കുന്നത്. അതിന് ഞാൻ നമ്മുടെ എന്താണോ കൗണ്ടറിന് നമ്മൾ വേരിയബിൾ നെയിം കൊടുത്തിരുന്നത് അത് ചേർത്ത് കൊടുത്തു. ഇനി കണ്ടന്റ് എന്താണോ നമുക്ക് കണ്ടന്റ് അതിൻ്റെ മുമ്പിൽ ടെക്സ്റ്റ് ആയിട്ട് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടന്റ് എന്ന് ചേർത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ സെലക്റ്റഡ് നമ്പർ ചോയ്സ് ആണ്, നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് നമ്മൾ എന്താണോ കൗണ്ടർ വേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് കൗണ്ടർ ഇട്ടതിന് ശേഷം നമുക്ക് എന്താണോ അതിന് പേരായിട്ട് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ബ്രാക്കറ്റ് ആവശ്യമില്ല. കൗണ്ടർ ഇട്ടതിന് ശേഷം നമുക്ക് എന്താണോ അതിന് നമ്മൾ പേര് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ചേർത്ത് കൊടുത്തു. നമ്മൾ അതിന് പേര് കൊടുത്തിരുന്ന സെക്ഷനാണ്, അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് ഇതൊന്ന് റണ്ണ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ ഇവിടെ കാണിച്ചു തരും. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെന്ന് അപ്പോൾ നമ്മളിവിടെ വന്ന് സെലക്റ്റഡ് നമ്പർ 1
അതേപോലെ സെലക്റ്റഡ് നമ്പർ 2, അതേപോലെ സെലക്റ്റഡ് നമ്പർ 3, അതേപോലെ സെലക്റ്റഡ് നമ്പർ 4 എന്നിങ്ങനെ രൂപത്തിലായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരും. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളാണ് നമ്മൾ ചെയ്തത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് നെക്സ്റ്റിംഗ് കൗണ്ടർ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നെക്സ്റ്റിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടറിൻ്റെ ഉള്ളിൽ മറ്റൊരു കൗണ്ടർ വരുന്നതിനെയാണ് നമ്മൾ നെക്സ്റ്റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രോഗ്രാം നമ്മൾ മറ്റൊരു രൂപത്തിലേക്കാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് ഇതേ രൂപത്തിൽ തന്നെയാണ്. ഇനി നമ്മളിവിടെ വന്ന് ഒരു ഹെഡിങ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ള ഹെഡിങ് എന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ വന്ന് വെബ് ഡിസൈനിങ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ H2ൻ്റെ ഉള്ളിൽ ഓരോ കണ്ടന്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നാമത്തത് HTML എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതേപോലെ H2 എന്ന് എഴുതിയതിന് ശേഷം രണ്ടാമത്തത് CSS എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ H2 എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ജാവാസ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അടുത്തത് H2 എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് എന്നും ചേർത്ത് കൊടുത്തു. ചോയ്സാണ്, എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒന്നാമത്തെ ഹെഡിങ് ആണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതേപോലെ തന്നെ ഇനി രണ്ടാമത്തതും ഇതേ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ H1 എന്ന് ചേർത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് വെബ് ഡെവലപ്മെൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് കണ്ടന്റുകൾ ചേർത്ത് കൊടുക്കാം. H2 എന്ന് എഴുതിയതിന് ശേഷം ആദ്യം തന്നെ PHP എന്ന് എഴുതി. അതിനുശേഷം നമ്മളിവിടെ വന്ന് H2 എന്നതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ഡാറ്റാബേസിൻ്റെ പേരും നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് വീണ്ടും H2 എന്നതിന് ശേഷം ASP.NET എന്താണോ നമുക്ക് വേണ്ടത് ആ ടെക്സ്റ്റും അടുത്തതായി നമ്മൾ എന്ത് ടെക്സ്റ്റാണോ വേണ്ടത് അതും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഇതിന് എങ്ങനെയാണോ CSS ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ H1 ബിഫോർ, അതായത് H1 എന്താണോ നമുക്ക് CSS ആയിട്ട് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ H1 എന്നിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഓരോന്നിനും നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ CSS ആയിട്ട് അതായത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ H1 എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് കൗണ്ടർ റീസെറ്റ് എന്നിട്ട് ഇതിന് നമ്മൾ എന്താണോ ഇഷ്ടമുള്ള ഒരു പേര് ചേർത്ത് കൊടുക്കുക. ഞാൻ സബ് എന്ന് പേര് ചേർത്ത് കൊടുത്തു. എന്ത് പേര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതേപോലെ H1 ബിഫോർ H1 എന്തൊക്കെയാണോ വേണ്ടത് അത് നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ വന്ന് സെലക്റ്റഡ് ലാംഗ്വേജസ് എന്നാണ് ഞാൻ H1 ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ H2ക്കും നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കാം. H2നും നമുക്ക് ഏത് രൂപത്തിലാണോ നമുക്ക് കൗണ്ടർ വരേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ H2 എന്നതിന് ശേഷം 2 കോളൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബിഫോർ ഇട്ടതിന് ശേഷം നമുക്ക് അതിന് എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് നമ്മൾ സെക്ഷൻ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോയ്സാണ്, നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ വന്ന് സെക്ഷനാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത പോലെ കൗണ്ടർ ഇൻക്രിമെൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിന് എന്താണോ പേര് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നമ്മൾ പേരായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സബ് എന്നാണ്. മുമ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി കണ്ടന്റ് എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. കണ്ടന്റ് കൗണ്ടർ എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. കണ്ടന്റ് എന്നിട്ട് ഇതിന് ശേഷം നമ്മളിവിടെ വന്ന് കൗണ്ടർ എന്നിട്ട് എന്താണോ ഇതിന് പേര് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സെക്ഷൻ എന്നാണ്. അപ്പോൾ ഞാനിതിന് സെക്ഷൻ എന്ന് പേര് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്കൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൗണ്ടർ എന്നതിന് ശേഷം ഇതിൻ്റെ സബായിട്ടുള്ള സെക്ഷൻ നെയിം എന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. സബ് എന്ന സെക്ഷനും ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും. സെക്ഷൻ 1 ഇവിടെ വന്ന് വെബ് ഡിസൈൻ എന്ന് ചേർത്തു. അതിന് 1.1 HTML, 1.2 CSS, 1.3 JS, 1.4 ബൂട്ട്സ്ട്രാപ്പ് എന്നും അതേപോലെ സെക്ഷൻ 2ലും നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് സെക്ഷൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഓരോ ഭാഗങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ മറ്റൊരു ഹെഡിങ് വരുന്നതിനെയാണ് നമ്മൾ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ മറ്റൊരു ഹെഡിങ് വരുന്നതിനെയാണ് നമ്മൾ നെക്സ്റ്റഡ് കൗണ്ടേഴ്സ് ഉപയോഗിക്കുന്നത്.
അടുത്തതായി നമുക്ക് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ വരുന്ന ഓർഡർ ലിസ്റ്റുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ കൗണ്ടർ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഉള്ളതെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് ആദ്യം മുതൽ തന്നെ ചെയ്തു കൊടുക്കാം. HTML എന്ന് ചേർത്ത് കൊടുത്തു. സ്റ്റൈൽ എന്ന് സാധാരണ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രൂപത്തിൽ സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബോഡി സെക്ഷൻ്റെ ഉള്ളിലേക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബോഡി എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് H2 എന്താണോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ടത് ഒരു ഹെഡിങ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹെഡിങ് ഇവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം OL എന്ന് എഴുതി. OL എന്ന് പറഞ്ഞാൽ ഓർഡർ ലിസ്റ്റ്, അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ LI എന്ന് പറഞ്ഞാൽ ലിസ്റ്റ്, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്താണോ ഹെഡിങ് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാമത്തിന് നമ്മൾ ഐറ്റം എന്ന് ചേർത്ത് കൊടുത്തു. ഇനി രണ്ടാമത്തെ ലിസ്റ്റും ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു ഐറ്റം എന്ന ഹെഡിങ് എഴുതിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു ഹെഡിങ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. OL ഓർഡർ ലിസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ആദ്യത്തെ ഹെഡിങ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അത് ഏറ്റവും ലാസ്റ്റാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോന്നായി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഐറ്റം ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് എത്ര ഐറ്റംസ് ആണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ വന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു 2 ഐറ്റംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് അടുത്തൊരു ലിസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലും ഐറ്റം എന്ന് തന്നെ നമ്മൾ ഹെഡിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐറ്റം എന്ന ഹെഡിങ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു ഓർഡർ ലിസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാണ്. OL എന്ന് എഴുതി. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഐറ്റംസിൻ്റെ പേര് ചേർത്ത് കൊടുക്കാം. ഐറ്റത്തിൻ്റെ പേരെന്താണെങ്കിൽ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓരോന്നോരോന്ന് നമുക്ക് എത്രയാണോ ഐറ്റം വേണ്ടത് അതിന് നമുക്കിവിടെ ഓരോ ഐറ്റംസ് ഇവിടെ വന്ന് ചേർത്ത് കൊടുക്കാം. ഐറ്റം എന്ന് ചേർത്തു. അതിനുശേഷം അടുത്ത ഐറ്റം എന്താണോ വേണ്ടത് അങ്ങനെ 1 by 1 ആയിട്ട് നമുക്കിവിടെ വന്ന് ഓരോ ഐറ്റം ചേർത്ത് കൊടുക്കാം. 1 by 1 ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഐറ്റം ചേർത്തു. അപ്പോൾ നമ്മളിവിടെ വന്നത് ഒരു മെയിൻ ഹെഡിങ്, അതിന് താഴെ മറ്റൊരു ഹെഡിങ്, അതിന് താഴെ നമ്മൾ മറ്റൊരു ലിസ്റ്റ്, എന്നിട്ട് ഏറ്റവും വലിയ ലിസ്റ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലിസ്റ്റിൻ്റെ ഹെഡിങ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഈ മുകളിൽ വരുന്ന ഈ ലിസ്റ്റാണ് ഇവിടെ വെച്ച് ക്ലോസ് ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ LI എന്ന് ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു ഐറ്റം എന്നുകൂടി ചേർത്ത് കൊടുത്തു. ഇനി ഏറ്റവും മുകളിൽ വരുന്ന ഈ ലിസ്റ്റിന് നമ്മൾ ഇവിടെ വെച്ചാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു 2 ലിസ്റ്റ് കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. LI എന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ഇതിന് ഐറ്റം എന്ന് ചേർത്ത് കൊടുത്തു. LI എന്ന് ചേർത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഐറ്റം എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിന് നമുക്ക് എങ്ങനെ കൗണ്ടർ ചേർത്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കൗണ്ടർ നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന OLനാണ്. OL എന്ന് പറഞ്ഞാൽ ഓർഡർ ലിസ്റ്റ്, അതിനാണ് നമ്മൾ കൗണ്ടർ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ കൗണ്ടർ എന്ന് ചേർത്തതിന് ശേഷം റീസെറ്റ്. ഓക്കെ, അതിന് നമ്മൾ ഏതാണോ റീസെറ്റ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. സെക്ഷനാണ് നമ്മളിവിടെ വന്ന് റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്നൊരു പ്രോപ്പർട്ടീസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് അത് പ്രത്യേകിച്ചൊന്നും വേണ്ട, നമ്മളിവിടെ വന്ന് നണ്ണ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏതെങ്കിലും സ്റ്റൈൽ വേണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ലിസ്റ്റിനാണ് നമ്മളിവിടെ വന്ന് കൗണ്ടർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലിസ്റ്റിൻ്റെ ടാഗായ LI എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം 2 കോളൻ ഇട്ട് കൊടുക്കുക, ബിഫോർ എന്നും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ കൗണ്ടർ ആയിട്ട് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് കൗണ്ടർ ഇൻക്രിമെൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിന് എന്താണോ നമ്മുടെ സെക്ഷൻ്റെ പേര് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ സെക്ഷൻ്റെ പേര് കൊടുത്തത് സെക്ഷൻ തന്നെയാണ്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇനി എന്താണോ നമുക്ക് ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ടെക്സ്റ്റ് കൊടുക്കാൻ കണ്ടന്റ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് കൗണ്ടർ, അതിനുശേഷം നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണോ വേണ്ടത്, നമ്മുടെ സെക്ഷൻ എന്താണോ പേര് കൊടുത്തത്, അതായത് കൗണ്ടറിന് എന്താണോ പേര് കൊടുത്തത് ആ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പേര് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സെക്ഷനാണ്, അത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലൊരു ഡോട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്പേസ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡബിൾ കൊട്ടേഷന് സ്പേസിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യാം.
അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇതിന് 1 2 അതിനുശേഷം 3 4 ഈ രൂപത്തിലാണ് വരുന്നത്. ഇനി ഇതിന്റെ താഴെ 2ന്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ 2 2 2 അതിന് 1 2 3 ഈ രൂപത്തിലാണ് വരുന്നത്. ഇനി ഇതിന്റെ ഉള്ളിൽ സബായിട്ട് വരുമ്പോൾ 2 3 1 2 3 2 ഈ രൂപത്തിലാണ് വരുന്നത്. ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് രൂപത്തിൽ ഒന്നിന്റെ താഴെ ഒന്നായിട്ട് നമുക്ക് ഒട്ടനവധി സെക്ഷൻ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ, ഡിഫറെന്റ് ലെവലിലായിട്ട് നമ്മൾ കൗണ്ടർ ചേർത്ത് കൊടുക്കാൻ ഈ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.